വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം. ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ ഒരിക്കൽ പ്രവാചകനായ നാഥാനോട് ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ ദേവദാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൂടാരവിരിപ്പുകൾക്ക് കീഴെയാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം ചെയ്തുകൊള്ളുക, കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നാൽ അന്ന് രാത്രിയായപ്പോൾ കർത്താവ് നാഥാനോട് ഇപ്രകാരം അരുൾ ചെയ്തു, നീ പോയി എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്തു, നീ ആയിരിക്കുകയില്ല എനിക്ക് വസിക്കാൻ ആലയം പണിയുന്നത്. ഇസ്രായേലിനെ കൊണ്ടുവന്ന ദിവസം മുതൽ ഈ ദിനം വരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ലല്ലോ. കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചിരുന്നു. ഇസ്രായേൽ മുഴുവനോടും കൂടി ഞാൻ സഞ്ചരിച്ച എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയ്ക്കാൻ ഞാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരു കൊണ്ട് ആലയം പണിയാത്തതെന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ദാസനായ ദാവീദിനോട് നീ ഇങ്ങനെ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിനുമേൽ നായകനാകാൻ മേച്ചിൽ സ്ഥലത്തു നിന്ന് അജഗണത്തിൻ്റെ പിന്നിൽ നിന്ന് നിന്നെ ഞാൻ എടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ ശത്രുക്കളെയെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ചു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിനക്കായി ഒരു നാമം ഉളവാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനായി ഞാനൊരു സ്ഥലം നിശ്ചയിക്കും. അവനെ ഞാൻ നട്ടുപിടിപ്പിക്കും. അങ്ങനെ അവൻ ആ സ്ഥാനത്ത് പാർക്കും. അവൻ ഇനിയും ഭയവിഹുലനാകുകയില്ല. മുമ്പെന്നതുപോലെ അക്രമികൾ അവനെ ആവർത്തിച്ചു പീഡിപ്പിക്കുകയില്ല. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ ഞാൻ നിയോഗിച്ച ന്യായാധിപന്മാരുടെ ദിവസങ്ങളിൽ എന്ന പോലെ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ കീഴ്പ്പെടുത്തും. ഞാൻ നിന്നോട് പറയുന്നു, കർത്താവ് നിനക്കൊരു ഭവനം പണിയും. നിന്റെ പിതാക്കന്മാരോട് ഒത്തുചേരാൻ നിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ നിനക്കു ശേഷം നിന്റെ സന്തതിയെ, നിന്റെ മക്കളിൽ നിന്നുള്ളവനെ ഞാൻ ഉയർത്തും. അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും. അവനായിരിക്കും എനിക്ക് ഒരാലയം പണിയുന്നത്. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ മുൻഗാമിയിൽ നിന്ന് പിൻവലിച്ചതുപോലെ ഞാൻ എൻ്റെ കരുണ അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും. അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകൾ മുഴുവനും ഈ ദർശനം മുഴുവനും അങ്ങനെ തന്നെ നാഥാൻ ദാവീദിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഉണർത്തിച്ചു, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ആരാണ്? എൻ്റെ കുടുംബം ആരാണ്? ദൈവമേ, അങ്ങേ ദൃഷ്ടികളിൽ ഇതെത്ര നിസ്സാരമാണ്. വിദൂര ഭാവിയിലേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങ് സംസാരിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് എന്നെ വിശിഷ്ട മനുഷ്യരുടെ ഇടയിൽ കണ്ടു. അങ്ങയുടെ ദാസനെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ച് അങ്ങയോട് ഇനി ദാവീദിന് എന്തു പറയാനാകും? അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, അങ്ങയുടെ ദാസനു വേണ്ടിയും അങ്ങയുടെ ഹൃദയത്തിനൊത്ത വിധവും ഈ മഹാകാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വൻ കാര്യം ഓരോന്നും അങ്ങ് ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കാതുകളാൽ കേട്ടിട്ടുള്ളതുപോലെ കർത്താവെ, അങ്ങയെപ്പോലെ ആരുമില്ല, അങ്ങല്ലാതെ ദൈവവുമില്ല. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജനതയാണുള്ളത്? ഈജിപ്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത സ്വജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജനതകളെ നിർമാർജനം ചെയ്തുകൊണ്ട് മഹത്വം ഭയാനകവുമായ കാര്യങ്ങളിലൂടെ തനിക്കൊരു നാമമുണ്ടാക്കാനായി അവരെ സ്വജനമായി വീണ്ടെടുക്കാൻ ദൈവം തന്നെ പുറപ്പെട്ടല്ലോ. അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ എന്നേക്കും സ്വന്തം ജനമായി അങ്ങ് സ്ഥാപിച്ചു. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ ദാസനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അങ്ങ് പറഞ്ഞ വചനം എന്നേക്കും യാഥാർത്ഥ്യമാകട്ടെ. അങ്ങ് അരുൾ ചെയ്തതുപോലെ പ്രവർത്തിക്കണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ
സൈന്യങ്ങളുടെ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കുന്നതിലൂടെ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുന്നതും മഹത്വപൂർണവും ആയിരിക്കട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ ഭവനം അങ്ങയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെടട്ടെ. എന്തെന്നാൽ എൻ്റെ ദൈവമേ, അങ്ങ് ഈ ദാസനു വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് അവൻ്റെ കാതുകൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ വന്നിരിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നെയാണ് ദൈവം. ഇപ്പോൾ അങ്ങയുടെ ദാസനെക്കുറിച്ച് ഈ നന്മകൾ അങ്ങ് അരുൾ ചെയ്തിരിക്കുന്നു. ആകയാൽ എന്നും അങ്ങയുടെ മുമ്പിൽ ആയിരിക്കാനായി അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. 1 ദിനവൃത്താന്തം 18-ാം അധ്യായം. ഇതിനുശേഷം ദാവീദ് ഫിലിസ്ത്യാക്കാരെ പ്രഹരിച്ച് കീഴ്പ്പെടുത്തി. അവൻ ഫിലിസ്ത്യാക്കാരുടെ കരങ്ങളിൽ നിന്നും ഗത്തും അതിൻ്റെ ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. പിന്നീട് അവൻ മൊവാബിനെ പ്രഹരിച്ചു. മൊവാബുകാർ ദാവീദിൻ്റെ ദാസന്മാരായി അവന് കപ്പം കൊടുക്കുന്നവരായി തീർന്നു. സോബാഹമാത്തിൻ്റെ രാജാവായ ഹദദേസർ യൂഫ്രട്ടീസ് നദിയിൽ അധികാരം സ്ഥാപിക്കാൻ പോയപ്പോൾ ദാവീദ് അവനെ ആക്രമിച്ചു. ദാവീദ് അവനിൽ നിന്ന് 1000 രഥങ്ങൾ, 7000 കുതിരക്കാർ, 20,000 കാലാളുകൾ എന്നിവ പിടിച്ചെടുത്തു. അതിൽ നിന്ന് 100 രഥക്കുതിരകളെ അവശേഷിപ്പിച്ചിട്ട് എല്ലാ രഥക്കുതിരകളുടെയും കുതിഞ്ഞരമ്പ് ദാവീദ് മുറിച്ചു കളഞ്ഞു. ദമാസ്കസിലെ ആരാംകാർ സോബ രാജാവായ ഹദദേസറിന്റെ സഹായത്തിനെത്തി. അപ്പോൾ ദാവീദ് ആരാംകാരിൽ 20,000 ആളുകളെ വധിച്ചു. ആരാം ദമാസ്കസിൽ ദാവീദ് കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ആരാംകാർ ദാവീദിന്റെ ദാസന്മാരായി കപ്പം കൊടുക്കുന്നവരായി തീർന്നു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു. ഹദദേസറിന്റെ ഭടന്മാരുടെ പക്കലുണ്ടായിരുന്ന പൊൻ പരിചകൾ എടുത്ത് ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിന്റെ നഗരങ്ങളായിരുന്ന തിബാത്തിൽ നിന്നും കൂനിൽ നിന്നും ദാവീദ് വളരെയധികം പിച്ചളയും എടുത്തു. അതുകൊണ്ടാണ് സോളമൻ പിച്ചള ജലസംഭരണിയും സ്തംഭങ്ങളും പിച്ചളപാത്രങ്ങളും ഉണ്ടാക്കിയത്. സോബ രാജാവായ ഹദദേസറിന്റെ സൈന്യത്തെ മുഴുവൻ ദാവീദ് പ്രഹരിച്ചെന്ന് ഹമാത്തിലെ രാജാവായ തോവു കേട്ടു. ക്ഷേമാന്വേഷണത്തിനും ഹദദേസറിനെതിരെ യുദ്ധം ചെയ്തത് അവനെ പ്രഹരിച്ചതിൽ അനുമോദിക്കാനുമായി ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് തോവു തൻ്റെ പുത്രൻ ഹദോറോമിനെ സ്വർണം, വെള്ളി, പിച്ചള എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളുമായി അയച്ചു. കാരണം തോവുവിൻ്റെ യുദ്ധങ്ങളിൽ ഹദദേസർ എതിരാളിയായിരുന്നു. ജനതകളിൽ നിന്ന് ഏദോം, മൊവാബ്, അമോന്യർ, ഫിലിസ്തീയക്കാർ, അമലേഖ് എന്നിവരിൽ നിന്ന് താൻ പിടിച്ചെടുത്ത പൊന്നിനോടും വെള്ളിയോടും കൂടെ ഇവയും ദാവീദ് രാജാവ് കർത്താവിന് സമർപ്പിച്ചു. സെരൂയായുടെ പുത്രൻ അബിഷായി ഉപ്പു താഴ്വരയിൽ വെച്ച് 18,000 ഏദോമ്യരെ വധിച്ചു. പിന്നീട് അവൻ ഏദോമിൽ കാവൽ പട്ടാളത്തെ നിയോഗിച്ചു. ഏദോം മുഴുവൻ ദാവീദിന്റെ ദാസന്മാരായി. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു. ഇസ്രായേൽ മുഴുവന്റെ മേലും ദാവീദ് ഭരണം നടത്തി. തൻ്റെ ജനത്തിനെല്ലാം അവൻ നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയായുടെ പുത്രൻ യോവാബ് സേനാധിപനും അഹിലുദ്ദിന്റെ പുത്രൻ യഹോഷഫാത്ത് നടപടി എഴുത്തുകാരനും ആയിരുന്നു. അഹിത്തൂബിന്റെ പുത്രൻ സാദോക്കും അബിയാദറിന്റെ പുത്രൻ അബിമെലേക്കും പുരോഹിതന്മാരും ഷൗഷ കാര്യവിചാരകനുമായിരുന്നു. യഹോയാദായുടെ പുത്രൻ ബെനായ കെറേത്യരുടെയും പെലേത്യരുടെയും മേലാളനായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ രാജാവിന്റെ അടുത്ത പ്രധാനികളായിരുന്നു. 1 ദിനവൃത്താന്തം 19-ാം അധ്യായം. ഇവയ്ക്കു ശേഷം അമോന്യരുടെ രാജാവായ നാഹാഷ് മരിച്ചപ്പോൾ തൽസ്ഥാനത്ത് മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിന്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോട് കാരുണ്യപൂർവ്വം വർത്തിച്ചിരുന്നു. പിതാവിനെക്കുറിച്ച് അവനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ദൂതന്മാർ അമോന്യരുടെ നാട്ടിൽ ഹാനൂന്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. എന്നാൽ അമോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, നിന്റെ ദൃഷ്ടിയിൽ ദാവീദ് നിന്റെ അടുത്ത് ആശ്വാസകരെ അയച്ചത് നിന്റെ പിതാവിനെ ബഹുമാനിക്കാനാണോ? ദേശം ഒറ്റുനോക്കാനും തകർക്കാനും കീഴടക്കാനുമല്ലേ അവൻ്റെ ദാസന്മാർ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്? അതുകൊണ്ട്
ഹാനൂൻ ദാവീദിന്റെ ദൂതന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്ത് അവരുടെ വസ്ത്രങ്ങൾ അരക്കെട്ടുവരെ പകുത്തുമുറിച്ച് പറഞ്ഞയച്ചു. ചിലർ ചെന്ന് ആ ആളുകളെക്കുറിച്ച് ദാവീദിനോട് പറഞ്ഞു. അവൻ അവരെ സ്വീകരിക്കാൻ ആളയച്ചു. കാരണം ആ ആളുകൾ വളരെ ലജ്ജിതരായിരുന്നു. നിങ്ങളുടെ താടി വളരുന്നതുവരെ നിങ്ങൾ ജെറീക്കോയിൽ താമസിക്കുവിൻ, പിന്നെ തിരികെ വരുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് തങ്ങളെ വെറുക്കുന്നുവെന്ന് അമ്മോന്യർ കണ്ടു. ഹാനൂനും അമ്മോന്യരും തങ്ങൾക്കായി രഥങ്ങളും കുതിരക്കാരെയും മെസപ്പൊട്ടോമിയ, ആരാം മാക്ക, സോവ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുക്കാൻ 1000 താലന്ത് വെള്ളി അയച്ചു. അവർ തങ്ങൾക്കായി 32,000 രഥങ്ങളും മാക്കായിലെ രാജാവിനെയും ജനങ്ങളെയും കൂലിക്കെടുത്തു. അവർ വന്ന് മെദ്ബായ്ക്ക് മുമ്പിൽ പാളയമടിച്ചു. അമ്മോന്യരും തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി യുദ്ധത്തിന് വന്നു. ദാവീദ് ഇത് കേട്ടപ്പോൾ യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ട് അയച്ചു. അമ്മോന്യർ ഇറങ്ങി വന്ന് നഗരകവാടത്തിൽ യുദ്ധത്തിനായി അണിനിരന്നു. കൂടെ വന്നിരുന്ന രാജാക്കന്മാരാകട്ടെ തുറന്ന സ്ഥലത്തും. തനിക്ക് മുമ്പിലും പിമ്പിലും യുദ്ധമുഖമാണെന്ന് യോവാബ് കണ്ടു. അവൻ ഇസ്രായേലിലെ ധീരയുവാക്കളെ തെരഞ്ഞെടുത്ത് ആരാമിനെ എതിരിടാൻ സജ്ജരാക്കി. ശേഷിച്ച സൈന്യത്തെ അവൻ തൻ്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ചു. അയാൾ അമ്മോന്യരെ നേരിടാൻ തയ്യാറായി. അവൻ പറഞ്ഞു, ആരാം എന്നേക്കാൾ ശക്തമെങ്കിൽ നീ എന്നെ രക്ഷിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കും. നീ ധീരനായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കു വേണ്ടിയും നമുക്ക് കരുത്താർജിക്കാം. തൻ്റെ ദൃഷ്ടികളിൽ നന്മയായത് കർത്താവ് പ്രവർത്തിക്കട്ടെ. യോവാബും അവനോടൊപ്പമുള്ള സൈന്യവും യുദ്ധത്തിനായി ആരാംകാരുടെ നേർക്ക് അടുത്തു. അവൻ്റെ മുമ്പിൽ നിന്ന് അവർ പലായനം ചെയ്തു. ആരാംകാർ പലായനം ചെയ്തെന്ന് അമ്മോന്യർ കണ്ടപ്പോൾ അവരും അവൻ്റെ സഹോദരനായ അബിഷായുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്ത് പട്ടണത്തിലേക്ക് പോയി. യോവാബാകട്ടെ ജെറുസലേമിലേക്കും പോയി. തങ്ങൾ ഇസ്രായേൽക്കാരുടെ മുമ്പിൽ പരാജിതരായെന്ന് കണ്ട് ആരാംകാർ ദൂതന്മാരെ അയച്ച് നദിക്കു മറുകരയുണ്ടായിരുന്ന ആരാംകാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്ക് അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ദാവീദിനോട് ഇത് അറിയിക്കപ്പെട്ടപ്പോൾ അവൻ ഇസ്രായേൽ മുഴുവനെയും ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവർക്കെതിരെ അണിനിരക്കുകയും ചെയ്തു. ആരാമിനെ നേരിടാൻ ദാവീദ് സൈന്യത്തെ യുദ്ധസജ്ജരാക്കി. അവർ അവനുമായി യുദ്ധം ചെയ്തു. ആരാംകാർ ഇസ്രായേലിന് മുമ്പിൽ പലായനം ചെയ്തു. ദാവീദ് ആരാംകാരുടെ 7000 രഥപ്പടയെയും 40,000 കാലാൾ പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേലിന് മുമ്പിൽ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവനെ സേവിച്ചു. പിന്നീട് ആരാംകാർ അമ്മോന്യരെ സഹായിക്കാൻ മുതിർന്നില്ല. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം. ബേൽ കുനിഞ്ഞു, നെബോ കുമ്പിട്ടു. അവൻ നിങ്ങളുടെ വിഗ്രഹങ്ങളായിരുന്നു. മൃഗത്തിനും കന്നുകാലിക്കുമാകട്ടെ നിങ്ങളുടെ പല്ലക്കുകൾ ഭാരമാണ്, തളർത്തുന്ന ചുമടാണ്. ഭാരം വഹിക്കാൻ കഴിയാതെ അവ കുമ്പിടുകയും കുനിയുകയും ചെയ്തു. അവയുടെ ജീവൻ അടിമത്തത്തിലേക്ക് നീങ്ങി. ഉദരം മുതൽ സംവഹിക്കപ്പെട്ടവരും ഗർഭം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്ന സകലരുമേ, എന്നെ ശ്രവിക്കുവിൻ. വാർദ്ധക്യം വരെയും ഞാൻ അവൻ തന്നെ, ജരാനര വരെ ഞാൻ വഹിക്കും. ഞാൻ സൃഷ്ടിച്ചു, ഞാൻ വഹിക്കും. ഞാൻ തന്നെ ചുമക്കുകയും രക്ഷിക്കുകയും ചെയ്യും. താരതമ്യപ്പെടുത്താനും എന്നെ സദൃശ്യനാക്കാനും ഞങ്ങൾ തുല്യരാകാനുമായി ആരോട് നിങ്ങൾ എന്നെ തുലനം ചെയ്യും? മടിശീലയിൽ നിന്ന് സ്വർണം ദൂർത്തടിക്കുന്നവർ വെള്ളിക്കോലിൽ വെള്ളിയും തൂക്കും. ഒരു ദേവനെ നിർമ്മിക്കാനായി അവർ സ്വർണ്ണപ്പണിക്കാരനെ കൂലിക്കെടുക്കും. അവർ പ്രണമിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അവർ അതിനെ ചുമലിലെടുക്കും. അതിൻ്റെ സ്ഥാനത്തു നിന്ന് ഇളകാതെ ഉറപ്പിക്കാനും യഥാസ്ഥാനം സ്ഥാപിക്കാനുമായി അവർ അത് വഹിക്കും. അതിനോട് കേണപേക്ഷിച്ചാലും അത് ഉത്തരമരുളുകയില്ല. അവൻ്റെ വിപത്തിൽ നിന്ന് അത് അവനെ രക്ഷിക്കുകയുമില്ല. നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. അതിക്രമികളെ മനസ്സിലാക്കുവിൻ. പണ്ടു മുതലുള്ള മുഖ്യകാര്യങ്ങൾ ഓർക്കുവിൻ. ഞാൻ തന്നെയാണ് ദൈവം, മറ്റൊരു ദൈവമില്ല. എന്നെപ്പോലെ വേറൊരുവനുമില്ല. ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും എൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിക്കുകയും ചെയ്യും എന്നു പറയുന്നവനും
വരാനിരിക്കുന്നത് ആരംഭത്തിൽ തന്നെയും ചെയ്യപ്പെടാത്തവ മുൻകൂട്ടിയും പ്രഖ്യാപിക്കുന്നവനുമായവൻ തന്നെ. കിഴക്കുനിന്ന് ഒരു ഹിംസ്രപക്ഷിയെ, ദൂരദേശത്തു നിന്ന് എൻ്റെ ലക്ഷ്യത്തിനൊത്തവനെ വിളിക്കുന്നവൻ തന്നെ. ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അത് ചെയ്യും. ഞാൻ രൂപം നൽകി, ഞാൻ തന്നെ അത് നടപ്പാക്കും. വിമോചനത്തിൽ നിന്ന് വിദൂരത്തായിരിക്കുന്ന കഠിനഹൃദയരെ, എന്നെ ശ്രവിക്കുവിൻ. എൻ്റെ വിമോചനം ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞു. അത് വിദൂരത്തായിരിക്കുകയില്ല. എൻ്റെ രക്ഷ താമസിക്കുകയില്ല. സിയോനിൽ ഞാൻ എൻ്റെ രക്ഷയും ഇസ്രായേലിൽ എൻ്റെ മഹത്വവും സ്ഥാപിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദീമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ, സെബദി പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് അവരോട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾ കണ്ടെത്തും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ വിവസ്ത്രനായിരുന്നത് കൊണ്ട് പുറംകുപ്പായമെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ടു നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് പറഞ്ഞു, വന്നു പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.